വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ CPIM രംഗത്ത് വരുന്നു. ഹർജിക്കാരനായ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ നിലപാടിനൊപ്പം സർക്കാർ അഭിഭാഷകൻ ചേർന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പ്രതിഷേധം. മതവിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് BJPക്ക് വേണ്ടി UDF സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് വാദം. മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സംഘടനകളും നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. റഹീസ് റഷീദ് തുടരുകയാണ് നമുക്കൊപ്പം. റഹീസ്, ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ സംഘപരിവാർ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. BJP പറയുന്നതെല്ലാം അതേപടി ചെയ്യുന്നു. BJPക്ക് 3 അംഗങ്ങളെ ഉള്ളെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഭരിക്കുന്ന തരത്തിൽ VD സതീശൻ പെരുമാറുന്നു. തുടർച്ചയായിട്ട് വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇപ്പോൾ വഖഫും അതിനൊരു ആയുധമാക്കുകയാണോ? ഒപ്പം എത്ര മണിക്കായിരിക്കും ഇന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുക? എന്തൊക്കെ കാര്യങ്ങൾ പറയാനാണ് സാധ്യത? റഹീസ്. ഷിഹാസ്, സംസ്ഥാന സർക്കാരിനെതിരെ മറ്റൊരു വിഷയം കൂടി CPIM-നും പ്രതിപക്ഷത്തിനും ലഭിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട 2 ആളുകളെ ഉൾപ്പെടുത്താമെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചതാണ് അതിന് കാരണം. അത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജാണ് ഇത് സംബന്ധിച്ച ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഈ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ പുതുതായി കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാടെടുത്തത്. അതായത് കേന്ദ്ര നിയമം അനുസരിച്ച്, കേന്ദ്രത്തിന്റെ പുതിയ വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് 2 പേർ വേണമെന്നുണ്ട്. അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നതാണ് സർക്കാർ പറയുന്ന ന്യായം. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വഖഫ് ബോർഡ് ആ സർക്കാർ പുനഃസംഘടിപ്പിച്ചത്. ആ സമയത്തും ഇതേപോലുള്ള വഖഫ് നിയമം ഉണ്ടായിരുന്നു. പക്ഷേ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് 2 പേരെ അന്ന് എടുക്കാൻ LDF സർക്കാർ തയ്യാറായിരുന്നില്ല. നിയമപരമായി പോവുകയാണെങ്കിൽ നിയമപരമായി തന്നെ പ്രതിരോധിക്കാം എന്നതായിരുന്നു സർക്കാരിന്റെ തീരുമാനം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ട് UDF സർക്കാരിന് കഴിയുന്നില്ല? സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സംഘടനകൾക്കും എന്ത് പറയാനുണ്ട് എന്ന ചോദ്യം കൂടി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചോദിക്കുന്നുണ്ട്. ഷിഹാബ്. ശരി റഹീസ്, വലിയ രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുന്നത്.